ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക്ക് സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കുക, അല്ലാതെ കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ഒരാളും ആക്ഷൻ എടുക്കാൻ നിൽക്കരുത്. നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. ദ കറൻറ്റ് മെസ്സേജ് ഓഫ് ദ പേഴ്സൺ എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. വി ഹാവ് ദ പേജ് ഓഫ് പെൻഡക്കിൾ, ദ സിക്സ് ഓഫ് കപ്സ് ആൻഡ് ദി എംപറർ കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് നമുക്കിത് 10 ഓഫ് കപ്സ് ആണ് കിട്ടിയത്. ഇവിടെ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അല്ലെങ്കിൽ ഒരു ക്ഷമാപണം എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എത്രത്തോളം അകലണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുമ്പോഴും അത്രമേൽ അടുക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് വ്യക്തിയിൽ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്മിറ്റ്മെൻറ്റ് തരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കത് സെക്കൻഡ് കാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയൊരു കാർഡ് എന്ന് പറയുന്നത് ദ 6 ഓഫ് കപ്പാണ്. ഒരുപാട് സ്നേഹമാണ് ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ദ കപ്പ് ഓഫ് ലവ് കൊടുക്കുന്ന ഒരു രീതി അല്ലേ, അത്രയും സ്നേഹത്തോടെയാണ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ബിഗിനിങ് വ്യക്തി നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇത്രയും നാൾ വളരെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാത്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു കംപ്ലീഷൻ ഉള്ള രീതിയിൽ ഒരു 10 ഓഫ് കപ്സ് കാർഡാണ് നമുക്ക് ബോട്ടം ഓഫ് ദ ഡെക്ക്. ഒരു ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന സമയത്ത് വ്യക്തിയുടെ മൈൻഡ് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതായത് വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണം, അല്ലെങ്കിൽ പണ്ടത്തെ പോലുള്ള ഹാപ്പിനെസ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണം എന്നുള്ള രീതിയിലൊക്കെയാണ് ചിന്തിക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോ കാർഡ്സ് ക്ലാരിഫൈ ചെയ്ത് നമുക്ക് നോക്കാം. എക്സ്പ്ലെയിൻ ദ പേജ് ഓഫ് പെൻഡിക്കിൾസ്. വീണ്ടും ദ 10 ഓഫ് കപ്പാണ്. അത്രയും ഒരു കംപ്ലീഷനാണ് വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങളിൽ വ്യക്തി മനഃപൂർവ്വമായിട്ട് ഇതൊന്നുമല്ല സത്യം എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും മനഃപൂർവ്വം ഈ ഒരു സാഹചര്യത്തിൽ പലതും ഞാൻ ചിന്തിക്കുന്ന രീതിയിലുള്ള ഒരു എനർജി ഒന്നല്ല, എൻ്റെ ഓവർ തിങ്കിങ് കൊണ്ട് തോന്നുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളും ഒരു നോർമൽ പേഴ്സൺ അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെയാണ്. ചിലപ്പം ഈ ഒരു വ്യക്തിക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകാം. ആ ഒരു ഓപ്ഷൻസിൻ്റെ ഇടയിൽ ആ ഒരു വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുക ഒരുപാട് ഉറക്കമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഉറക്കമില്ലാത്ത സമയം വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും. കാരണം പുറമേ എന്ത് തന്നെ ഈ ഒരു വ്യക്തി മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും ആ ഒരു വ്യക്തി ഒരു കപട മുഖം അണിഞ്ഞിട്ടാണുള്ളത് എന്നുള്ള രീതിയിലാണ്. അതായത് നിങ്ങൾ കാണുമ്പോഴൊക്കെ ആ ഒരു വ്യക്തി ആ വ്യക്തിയുടേതായിട്ടുള്ള ലൈഫൊക്കെ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുന്നുണ്ടാകുക, അല്ലെങ്കിൽ അങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ അങ്ങനെയുള്ള പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എന്നാൽ ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനെ ഉണ്ട് എന്നുള്ള രീതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ലൈഫ് ആഘോഷം മുന്നോട്ട് പോകുന്നുണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങളാണെങ്കിൽ ഡിപ്രസ്ഡ് അടിച്ച് അല്ലെങ്കിൽ വിഷമിച്ച് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെയല്ല. കാരണം എന്താ വെച്ചാൽ വ്യക്തിയുടെ മൈൻഡിൽ എന്ന് പറയുന്നത് ഇവിടെ ഒരു അപ്പോളജൈസ് ചെയ്ത് വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിയിലാണ് വ്യക്തിയുടെ ഒരു എനർജി, ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നതും അത് തന്നെയാണ്. കാരണം ഒരു കംപ്ലീഷൻ കാർഡ് 10 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് അല്ലേ. ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ആയിട്ട് ഒരു ഫാമിലി ആയിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായും വ്യക്തിയുടെ മൈൻഡിലുണ്ട് തന്നെ നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറയരുത് അല്ലെങ്കിൽ അങ്ങനെ നിന്ന് കൊണ്ടുപോയ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അവിടെ നിന്നാണ് വ്യക്തി ഒരു മാറ്റം എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു വ്യക്തി എത്രത്തോളം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തില്ല, നിങ്ങളെ ഈ ഒരു വ്യക്തിയായിട്ട് ഉപേക്ഷിച്ച് പോയാലും വ്യക്തിക്ക് അതിന് പറ്റാത്തൊരു രീതി, ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു തോട്ട് എന്ന് തന്നെ പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വ്യക്തിയുടെ ഇടയിൽ നിങ്ങളുടെയും ആ ഒരു പേഴ്സൻ്റെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം ഇവിടെ കുറച്ച് വലുതായിട്ട് തന്നെ കുറച്ച് പേരെ സംബന്ധിച്ച് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പലപ്പോഴും ഈ ഒരു വ്യക്തിയായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റിയ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടാകാം. കയ്യിൽ നിന്നൊക്കെ പോയി എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്ഷമാപണം എന്നുള്ള രീതിയിൽ ഡയറക്റ്റായിട്ട് നിങ്ങളെ കാല് വന്ന് പിടിക്കുക അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വരണം എന്നുള്ള രീതിയിലൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് ദ 6 ഓഫ് കപ്സ് ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ദ കിങ് ഓഫ് പെൻഡക്കിൾ. ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ വ്യക്തിക്ക് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥയൊക്കെ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു
ഒരു കാര്യത്തിനൊരു തീരുമാനം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിലൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ വ്യക്തി മാറി നിന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ വ്യക്തി വീണ്ടും മൈൻഡ് കൊണ്ട് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 of Cups ആണ്. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിലോട് കൂടി, കാരണം എത്രത്തോളം അകന്ന് മാറ്റിയൊരു കാന്തം പോലെ നിങ്ങളുടെ ഓർമ്മ വ്യക്തിയുടെ മൈൻഡിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം സാഹചര്യത്തിൽ സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്ന് മാറിപ്പോയപ്പോഴാണ് വ്യക്തിക്ക് എന്താണ് ശരിക്കും വേണ്ടിയിരുന്നത് എന്നുള്ളത് മനസ്സിലാവുന്ന ഒരു ടൈം പീരീഡാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷെ ഒരുപാട് കാലം വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിന്നൊരു നോ കോണ്ടാക്റ്റ് പോലെയൊക്കെ വെച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കമ്മിറ്റ്മെൻറ്റ്. ഇതിപ്പോൾ നോ കോണ്ടാക്റ്റ് പോയിട്ട് ഒരുപാട് നാളായി എന്നുള്ളവർ കുറച്ചും കൂടി അധികം ഇത് റെസനേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു എനർജി കുറച്ചും കൂടി അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. ബാക്കിയുള്ളവർക്ക് പറ്റില്ല എന്നല്ല, ബാക്കിയുള്ളവർക്ക് നോർമലായിട്ടുള്ളവർക്കും അത് പറ്റും, നമുക്ക് റെസനേറ്റ് ആവുന്ന പോലെ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ നിങ്ങളൊരു ടൈം പീരീഡ് ചില കാര്യങ്ങൾക്ക് വേണ്ടി സമയം കൊടുത്ത സമയത്താണ് വ്യക്തിക്ക് എന്താണ് നിങ്ങളെന്നും നിങ്ങളുടെ വില എന്താണെന്നും മനസ്സിലായത് എന്നുള്ള രീതിയിലാണ്. ആ ഒരു വ്യക്തി നല്ല രീതിയിൽ ഈഗോവും പിടിച്ച് നിന്നിട്ടുണ്ടാകാം. അതുപോലെ തന്നെ എത്രത്തോളം മുന്നോട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞ് വന്നാലും ആ ഒരു വ്യക്തിയായിട്ട് ഒരു ബാക്കപ്പ് ആക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ വേണ്ട കുറച്ചും കൂടി ഇത്രയോളം വെയിറ്റ് ചെയ്തില്ല ഇനി വെയിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള എനർജിയുള്ള വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുത്താലോ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാകാം. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയും വളരെയധികം നിങ്ങളെ മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. എത്ര തന്നെ വ്യക്തിയുടെ കൂടെ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തിയുടെ കൂടെ ഉള്ളതുപോലെ ഒന്നും പകരമാവുന്നില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ദി എംപറർ കാർഡ് നോക്കാം. റീസെൻറ്റ് പാസ്റ്റിൽ വ്യക്തിയുടെ ലൈഫിൽ എന്ന് പറയാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും വ്യക്തിയുടെ മൈൻഡ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ മൊമെൻറ്റ് ടു മൊമെൻറ്റ് മിസ് ചെയ്തു എന്നുള്ള രീതിയിലല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വ്യക്തിയുടെ മൈൻഡിൽ ഒറ്റയ്ക്കൊക്കെ നിൽക്കുന്ന സമയത്ത് വല്ലാതെ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് എടുത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തിയായിട്ട് എഫേർട്ട് എടുത്ത് വരണം എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു വ്യക്തിയുടെ തോട്ട് നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ ഹെർമിറ്റ് കാർഡ്, ദ പേജ് ഓഫ് സോർഡ്സ്, ഓക്കെ, ദ ജസ്റ്റിസ് കാർഡ്. ബോട്ടം ഓഫ് ദ ഡെക്ക് എന്ന് പറയുന്നത് ദ 10 of Wands ആണ്. അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ വ്യക്തി ആഗ്രഹിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എപ്പോൾ പോയാലും നിങ്ങളവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അതൊക്കെ മാറിക്കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറേ ആളെ സംബന്ധിച്ച് വ്യക്തിയായിട്ട് ബ്ലോക്കാക്കിയ സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു കോണ്ടാക്റ്റ് വേണ്ട എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടൊരു ലെറ്റ് ഗോ സിറ്റുവേഷൻ അടിച്ച് ഇതിലൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, ഇവിടെ ഭാവി എന്താണെന്നൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഒരു മാറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് ഒരു ഫ്രണ്ട്സ് എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ വ്യക്തിക്ക് ഓക്കെയാണ്. പക്ഷെ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ വ്യക്തിയുടെ ലൈഫിൽ വ്യക്തി പറഞ്ഞ കാരണങ്ങൾ ചിലപ്പം ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതായിട്ട്, അല്ലെങ്കിൽ ഫാമിലി പറയുന്നത് കേൾക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ കാസ്റ്റ്, റിലീജിയൻ, ജോബ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മാറ്റി നിർത്തുന്നുണ്ടാകാം എന്നുള്ള രീതിയിൽ ചിലപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയുന്ന ആരെങ്കിലും ഫാമിലിയിൽ ഉണ്ടാകാം. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് നിങ്ങളോട് അല്ലെങ്കിൽ ഒരു അവോയ്ഡൻസ് ഒരു അവോയ്ഡിങ് ആയിട്ടുള്ള ടെൻഡൻസി കാണിച്ചതായിട്ട് ഇവിടെ കൂടുതലായിട്ടും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ ഇവിടെ വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാത്തിനും സറണ്ടർ ചെയ്ത് നിൽക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ അതൊക്കെ മാറിയിട്ട് ഒരു ആക്ഷൻ എടുക്കണം. ഒരു സിറ്റുവേഷൻ എൻഡപ്പായി പോയി അല്ലെങ്കിൽ ആ കഴിഞ്ഞു പോയതിനോർത്ത് വിഷമിക്കുക, അതൊന്നുമല്ല. വീണ്ടും നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ വരേണ്ടതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വ്യക്തി ചിന്തിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു കംപ്ലീറ്റ് എൻഡപ്പ് അല്ല ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലുള്ള ഒരു ലൈഫ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരണം, ചില കാര്യങ്ങൾ പറയണം, കുറച്ച് സീക്രട്ട് ഉണ്ട് ഇവിടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ, അതൊക്കെ വന്ന് പറയണം. പക്ഷെ നിങ്ങൾ എങ്ങനെ അത് എടുക്കും എന്നുള്ളതൊന്നും വ്യക്തിക്ക് അറിയില്ല. അതിൻ്റെ ഓർത്തൊരു ഡിസ്റ്റൻസ് വെച്ചതാണ് ഇത്രയും നാൾ. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു തരം അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വല്ല മുഖവരെടുക്കാത്ത രീതിയിലാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ഒരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്നുണ്ടാകാം പലരും. ഒരു സൈലൻറ്റ് ട്രീറ്റ്മെൻറ്റ് വ്യക്തിയെ
റീഡിങ്ങിനോട് നിങ്ങൾക്ക് എങ്ങനെയാണോ ആ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അനുഭവിച്ച അതേ ഒരു രീതിയിൽ ചിലപ്പോൾ പലരും നിങ്ങൾ അങ്ങോട്ടും ചെയ്യുന്നുണ്ടാവും. കാരണം ഇങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ നിങ്ങൾ നിൽക്കുന്നുണ്ടാവാം. കട്ടക്ക് നിൽക്കുന്ന എനർജിയാണ്. അത്രയും പവർഫുള്ളായിട്ടുള്ള 2 എനർജീസിനെയാണ് എനിക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം നിങ്ങളെങ്ങനെയാണ് ചിന്തിക്കുന്നത് അതേപോലെ തന്നെ, പക്ഷെ നിങ്ങളുടെ എനർജി ഇപ്പോൾ കുറച്ചും കൂടി എന്താണ് ഒരു ഡിഫെൻഡിങ് മോഡ് പോലെയാണ്. കാരണം എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന ആ ഒരു ശീലം കംപ്ലീറ്റ് ആയിട്ട് നിർത്താം എന്നുള്ള രീതിയിൽ മനസ്സിൽ നിങ്ങൾ കുറച്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും കുറച്ച് പേര്, എല്ലാവരും ഒന്നും ആഗ്രഹിക്കുന്നില്ല, കുറച്ചാളൊക്കെ ഇതൊരു സിറ്റുവേഷൻ എൻഡപ്പായി പോയി എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് വ്യക്തി എന്ത് ഇൻറ്റൻഷനോടുകൂടിയാണ് നിങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ കിങ് ഓഫ് കപ്സ്. അത് ഒരുപാട് സ്നേഹം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. ദി എംബ്രസ്, ദ വേ യു കെയർഡ്. ഒരു കുട്ടി വളരെയധികം ഒരു അമ്മ കുട്ടി കെയർ ചെയ്യുന്നത്. അഗെയിൻ ദ കംപ്ലീഷൻ കാർഡ്. അതുപോലെ തന്നെ ഫാമിലി എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടും നിങ്ങളാണ് ബെസ്റ്റ് എന്നുള്ള രീതിയിലാണ് വ്യക്തിയുടെ മൈൻഡിലുള്ളത്. അതുപോലെ തന്നെ നമുക്കത് 3 ഓഫ് വൺസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിക്കും ലൈഫിൽ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് ശരിക്കും വേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ചിലതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ പറയാൻ വേണ്ടി പറ്റുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് വളരെയധികം സ്പിരിച്വാലിറ്റിയോട് ഇടപഴകുന്ന ഒരു പേഴ്സൺ ആയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിനോട് ഇപ്പം കുറച്ച് വിശ്വാസമുള്ള വ്യക്തികളായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് കുറേ നാളായിട്ട് വിചാരിച്ച് അല്ലെങ്കിൽ തന്നെത്താനെ സോൾവ് ആവുന്നുണ്ടെങ്കിൽ സോൾവ് ആവട്ടെ, അല്ലെങ്കിൽ ദൈവം എന്തായിട്ടും ഒരു വഴി കാണിച്ചു തരും എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത്രമേൽ അങ്ങനെ അങ്ങ് നിങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിച്ച് പോകാനും പറ്റുന്നില്ല. ഇവിടെ പാഷൻ ഉണ്ട്, മിസ്സിങ് ഉണ്ട്, അഡിക്ഷൻ ഉണ്ട്. ഒപ്പത്തിനൊപ്പം ഈ ഒരു വ്യക്തിക്ക് എന്ന് പറയുന്നത് 10 ഓഫ് കപ്സ് എന്നുള്ള ഇതാണ്. ഫാമിലി ഫീലിംഗും ഉണ്ട്. എന്നാൽ ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴാണ് ഒരു ഡിസ്റ്റൻസ് പലരെയും സംബന്ധിച്ചുള്ളതായിട്ട് കാണിക്കുന്നത്. ഒരു വെയിറ്റിംഗ് സൈനിൽ നിന്നും ഒരു ആക്ഷൻ എടുത്ത് ചിന്തിക്കണം, അല്ലെങ്കിൽ ആക്ഷനിൽ എടുക്കണം എന്നുള്ള രീതിയിൽ ചിന്തിക്കണമെങ്കിൽ അവിടെ ഇമോഷണലും ഇവിടെ കുറച്ച് ബാലൻസ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പലരുടെയും മാനിഫെസ്റ്റേഷൻ്റെ ഫലമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, എന്നിട്ടും സിറ്റുവേഷൻ എൻഡപ്പായി പോയി, ഇതിലൊരു ഹോപ്പില്ല, അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു പുതിയൊരു ബിഗിനിങ് തന്നെയാണ് കാണിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള റൊമാൻസ് റാക്കിൾ മെസ്സേജസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ വെഡ്ഡിങ് കാർഡ്. ദിസ് വെരി ഗുഡ്. ദിസ് സിറ്റുവേഷൻ ഇൻവോൾവ്സ് മാരേജ്. കുറച്ച് വെയിറ്റിംഗ് ആണെങ്കിൽ പോലും ചില കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ഈ ഒരു വ്യക്തിയുമായിട്ട് ഒരു റീയൂണിയൻ അല്ലെങ്കിൽ വീണ്ടും പാഷൻ എന്നുള്ളൊരു കാർഡ് നമുക്കിവിടെ ഓൾറെഡി ഞാനിപ്പോൾ പറഞ്ഞു തീർന്നതേ ഉള്ളൂ. അതിന് മുന്നേ നമുക്ക് കിട്ടി അല്ലോ യുവർ ഹേർട്ട് ആൻഡ് സോൾ ടു സിങ് വിത്ത് ജോയ്. പലരെ സംബന്ധിച്ച് ഈ ഒരു സിറ്റുവേഷൻ ഒരു പുതിയൊരു തുടക്കമായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു പുതിയൊരു ബിഗിനിങ്ങിലൂടെ വീണ്ടും തുടങ്ങാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഒരു സാഹചര്യം തിരിച്ചറിവെന്ന് പറയുന്നത് പെട്ടെന്നുണ്ടായി അല്ലെങ്കിൽ പെട്ടെന്ന് കെട്ടുപോവുക അങ്ങനെയുള്ള രീതിയിലൊന്നുമില്ല. കുറച്ച് കാര്യം പാഷൻ വ്യക്തിയിലുണ്ട്, അതുപോലെ തന്നെ അഡിക്ഷൻ ഉണ്ട്, കോ ഡിപ്പെൻഡൻസി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണോ അതുമാതിരിയുള്ള അതുപോലെ തന്നെ എന്നുള്ള രീതിയിൽ അഡിക്ഷൻസ് ഉണ്ട് വ്യക്തിയുടെ ലൈഫിൽ എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ആദ്യം ആ ഒരു വ്യക്തി നിങ്ങളെ മാറ്റി നിർത്തി വേറൊരു സാഹചര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സാഹചര്യമല്ല വ്യക്തിയുടെ ലൈഫിൽ ശരിക്കും വേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കാലതാമസമായിരുന്നു ഈ ഒരു നോ കോണ്ടാക്ട് പീരീഡ് എന്നുള്ള രീതിയിലാണ് പലരെയും സംബന്ധിച്ച് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു അഡിക്ഷനാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇനി നമുക്ക് ഒന്നും കൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. We have the separation card. Time apart from your partner is on the horizon. അതായത് ചില സമയത്ത് ഈ ഒരു സെപ്പറേഷൻ കാലഘട്ടം എന്ന് പറയുന്നത് എന്തായാലും നിങ്ങളുടെ ഈ ഒരു അലൈൻമെൻറ്റിൽ കുറേ ആളുടെ അലൈൻമെൻറ്റിൽ എഴുതിച്ചേർന്നതാണ്. കാരണം എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ലൈഫിൽ എന്താണോ വേണ്ടത് അതിന് വേണ്ടി ഒരു ഡിസിഷൻ എടുക്കാനുമുള്ള ഒരു കാലതാമസമാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. നിങ്ങൾക്ക് ഈ റീഡിങ് റെസണേറ്റ് ആവുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ റീഡിങ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.